ചിന്തകൾക്ക് നമ്മെ തകർക്കുവാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ തന്നെ ഉടഞ്ഞുപോയ പാത്രം പോലെ തകർന്നടിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ മനസ്സിനെ പുതുക്കി പണിയുവാനും ചിന്തകൾക്ക് ശക്തിയുണ്ട്. എന്താണ് ഇന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കാണുന്ന കാഴ്ചകൾക്ക് നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുവാൻ ശക്തിയുണ്ട്. നിങ്ങൾ എന്താണോ ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആ കേൾവിക്ക് നിങ്ങളുടെ അകത്ത് ചിന്തകളെ ജനിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ ചിന്ത നാളത്തെ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആസാഫ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. അവൻ ദൈവഭക്തനായിരുന്നു, ഒരു പാട്ടുകാരനായിരുന്നു. ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുവാൻ വളരെ ഉത്സാഹിച്ച മനുഷ്യൻ. ശുദ്ധീകരണത്തിന് വില കൊടുത്ത മനുഷ്യൻ. ഒരിക്കൽ തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരിലേക്ക് താനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ദൈവഭയമില്ലാത്ത, ദൈവഭക്തിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ സുഖത്തോടെ ഇരിക്കുന്നത് താൻ കണ്ടു. ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുന്ന തൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതയും രോഗവും ദുഃഖവും നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തെ സേവിക്കാത്ത മനുഷ്യർ സുഖത്തോടെ ജീവിക്കുന്നത് കണ്ടു. ആ കാഴ്ച തൻ്റെ മനസ്സിൻ്റെ അകത്ത് ചിന്തകളെ ജനിപ്പിക്കുവാൻ തുടങ്ങി. ആ ചിന്തകൾ തൻ്റെ മനസ്സിനെ വല്ലാതെ തകർക്കുവാൻ തുടങ്ങി. ഞാൻ ഇത്രയും കാലം എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത്, ശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ വില കൊടുത്തത് വെറുതെ ആയല്ലോ. ഞാൻ ദൈവത്തെ സേവിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? എൻ്റെ ജീവിതം മുഴുവൻ കഷ്ടതയാണല്ലോ, വേദനയാണല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങിയപ്പോൾ തൻ്റെ അടിസ്ഥാനം ഇളകുന്നത് പോലെ തനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. വേഗത്തിൽ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വന്ന് മുട്ടുകുത്തി ആസാഫ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വല്ലാതെ മനസ്സ് കലങ്ങിയ സമയത്ത് ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ആസാഫിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത് ദൈവം അവന് കാണിച്ചു കൊടുത്തു. ആ കാഴ്ച അവൻ്റെ അകത്ത് ചിന്തകൾ സൃഷ്ടിക്കാൻ തുടങ്ങി. പിന്നെ അവൻ കേട്ടതൊരു ശബ്ദമാണ്. നിന്റെ മുൻപിൽ സുഖത്തോടെ ഇരിക്കുന്ന ദൈവഭയമില്ലാത്ത മനുഷ്യൻ അല്പനേരത്തേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കുന്നുവെങ്കിലും നീ ശ്രദ്ധിച്ചു നോക്ക്, അവൻ നിൽക്കുന്നത് വഴുവഴുപ്പിലാണ്. നീ ഭാരപ്പെടണ്ട, ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്ന പാറമേലാണ്. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം അവൻ്റെ അകത്ത് ചിന്തകൾ സൃഷ്ടിക്കാൻ തുടങ്ങി. കാഴ്ചകളും കേൾവികളുമാണ് ചിന്തയുടെ ഉത്ഭവസ്ഥാനം. ദൈവം പിന്നെയും ആസാഫിനോട് സംസാരിച്ചു. ഞാൻ നിന്നെ ആലോചനയാൽ വഴി നടത്തും, പിന്നത്തേതിൽ നിന്നെ ഞാൻ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ആസാഫിൻ്റെ അകത്ത് തകർന്നടിഞ്ഞു കിടന്ന മനസ്സ് പണിയപ്പെടാൻ തുടങ്ങി. തൻ്റെ ഹൃദയത്തിന് വലിയ ആശ്വാസം അനുഭവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവസന്നിധിയിൽ ആസാഫ് ഒരു തീരുമാനമെടുത്തു. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഞാൻ മാറത്തില്ല, ഇവിടെ ഇരിക്കുന്ന നല്ലത്.
ഈ ചിന്തകൾ എന്നെ തകർക്കുന്ന ചിന്തകളല്ല, ഇതെന്നെ പണിയുന്ന ചിന്തകളാണ്. എന്തുകൊണ്ടും എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ലത്. അവൻ വളരെ ബോൾഡായി തീരുമാനങ്ങൾ എടുക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ നിങ്ങൾ വചനത്തോട് പറ്റിയിരുന്നാൽ നീ ആളുമാറിയവനെ പോലെ ചില ഉറച്ച നിലപാടുകളുള്ളവനായി പുറത്തു വരും. നീ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാകും. അതെ, നിനക്കത് കഴിയും. എന്ത് കേൾക്കണമെന്ന്, എന്ത് കാണണമെന്ന് തീരുമാനിക്കുവാൻ നിനക്ക് കഴിയും. നിന്റെ ചിന്തകൾ എന്തായിരിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മെ പണിയുന്ന ചിന്തകളാണ് നമുക്ക് വേണ്ടത്, മനസ്സിനെ കലക്കുന്നതല്ല. വചനത്തോട് ചേർന്നിരിക്കുക, ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുക. ദൈവം നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. ദൈവം നിന്നെ മിനുക്കി അമ്പാക്കി പണിത് പുറത്തെടുക്കും. നീ അനേകർക്ക് പ്രയോജനമാകും. ദൈവം നിന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ദൈവം നിന്റെ സ്ഥിതി മാറ്റും. ഇന്നത്തെ അവസ്ഥകളൊക്കെ മാറും. നിന്റെ ചിന്താമണ്ഡലത്തിൽ ഒരു ശുദ്ധീകരണം വന്നാൽ, അതെ, നിങ്ങളെ പണിയുന്ന ചിന്തകൾ അത് ഉത്ഭവിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്നാണെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.